പുസ്തകപ്പുഴു എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏറെ പ്രത്യേകതയുള്ള ഒരു പുസ്തകമാണ് നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ പോകുന്നത്. ആ പുസ്തകം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിങ് എങ്കിലും നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം. ആ പുസ്തകത്തിൻ്റെ പേര് ആദം നീ എവിടെയാണ് എന്നുള്ളതാണ്. ഈ പുസ്തകം എഴുതിയ വ്യക്തിയെക്കുറിച്ച് കേരളം ഉടനീളം അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റനേക സ്ഥലങ്ങളിൽ അറിവുള്ളതും വായനാശീലം നല്ലപോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ പുസ്തകമാണ്. ആ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ പേര് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വി.ഡി. സതീശൻ എന്നാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയിട്ടാകരുത് ഈ പുസ്തകം വായിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുക. കാരണം ഇതൊരു രാഷ്ട്രീയ പുസ്തകമല്ല, മറിച്ച് അദ്ദേഹം പല വേദികളിലായിട്ട് നടത്തിയ പ്രഭാഷണങ്ങളുടെയും പ്രസംഗങ്ങളുടെയും ഒരു സമാഹാരമായിട്ട് വിശുദ്ധ വേദപുസ്തകമായിട്ടുള്ള ബൈബിളിൽ നിന്നുള്ള സത്യങ്ങളും അതുപോലെ തന്നെ ചരിത്രങ്ങളെയും ഒരു മാലയിൽ മുത്തുകൾ കോർത്തിടുന്നത് പോലെ അദ്ദേഹം ചേർത്തെഴുതിയിരിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. ഈ ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറയുവാനായിട്ടുള്ള കാര്യം, ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിലുള്ള അനേകർ പാടി ആസ്വദിക്കുന്ന അനേക ഗാനങ്ങളുടെ ചരിത്ര പശ്ചാത്തലം പോലും അദ്ദേഹം പല വേദികളിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്നെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു കാര്യമായി മാറി. മാത്രമല്ല, ഈ പുസ്തകങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളെയാണ് ക്രോഡീകരിച്ച് അവർ ഈ പുസ്തകങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, ഈ പുസ്തകങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ചരിത്രമായ നടന്ന സംഭവങ്ങൾ അനേകം ഓരോന്നോരോന്നായിട്ട് വിവരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം തുടങ്ങുന്ന അധ്യായത്തിൽ വേദപുസ്തകം അല്ലെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആശയപരമായിട്ടും ആത്മീയമായിട്ടും വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഈ പുസ്തകം എന്തിനാണ് നിങ്ങൾ വായിക്കേണ്ടത് എന്ന കാര്യവും അദ്ദേഹം ആ ഒരു തുടക്ക അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം പല സത്യങ്ങളെയും വിളിച്ചു പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അനേക രാഷ്ട്രീയ പ്രവർത്തകർക്കും ബൈബിളിലെ സത്യങ്ങൾ മറച്ചു വയ്ക്കുക അവർ വായിച്ചിട്ടുണ്ടെങ്കിലും അത് പൊതുവേദികളിൽ പറയുവാൻ മടിക്കുന്ന ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ അതിനെ തുറന്നു പറയുവാൻ ഒരു മടിയുമില്ലാതെ പറയുവാൻ, അത് വേദികളിൽ പ്രസംഗിക്കുവാൻ അദ്ദേഹം കാണിച്ച ധീരതയെ ഞാൻ ആദ്യം തന്നെ ശ്ലാഘനീയമായ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഒരു വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ പ്രസംഗത്തിലൂടെ അദ്ദേഹം വിവരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം വാക്കുകളല്ല, കേവലം അപേക്ഷകളല്ല, മറിച്ച് ദൈവഹിതം അറിയുവാനായിട്ടുള്ള മനുഷ്യൻ്റെ ആഗ്രഹം ദൈവത്തോട് ആശയവിനിമയം നടത്തുന്നതിനെയാണ് പ്രാർത്ഥന എന്നാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെ എഴുതി നമ്മോട് അറിയിക്കുന്നത്. മറ്റൊരു കാര്യം, ദൈവരാജ്യത്തെക്കുറിച്ച് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ലോകത്തിലെ എല്ലാവരും ആ ദൈവരാജ്യത്തിലെ അംഗങ്ങൾ ആകണം എന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നും അദ്ദേഹം അവിടെ കുറിക്കുന്നുണ്ട്. മാത്രമല്ല, യേശുക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റെന്ന്, ഏറ്റവും വലിയ സമ്മാനമെന്ന് അദ്ദേഹം ആ ഒരു വരിയിൽ ഒരധ്യായത്തിൽ കുറിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. മാത്രമല്ല, ലോകത്തിൽ ആർക്കും ഒരു പിതാവിനും ഇത്ര വലിയൊരു ഗിഫ്റ്റ് നൽകുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള വലിയ സത്യവും അദ്ദേഹം ഒരധ്യായത്തിൽ പറയുന്നതായിട്ട് കാണുവാനായിട്ട് ഇടയായി. ഈ ഒരു സത്യങ്ങളോട് ചേർന്ന് തന്നെ ചരിത്ര വസ്തുതകളും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായല്ലോ. നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന അനേക സ്ത്രീ സമത്വങ്ങൾ അല്ലെങ്കിൽ തുല്യത ഇല്ലായ്മകൾ ഒക്കെയും മാറ്റിയതിൽ മിഷണറിമാരുടെ പങ്ക് ഏറ്റവും വലുതായിരുന്നു എന്ന് ഒരു വേദിയിൽ അദ്ദേഹം പ്രസ്താവിച്ചതിനെക്കുറിച്ചും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അനേക സംഭാവനകൾ മിഷണറിമാർ കേരളത്തിലെ ജനതയ്ക്ക് നൽകിയതിനെ ഓരോന്നോരോന്നായിട്ട് വർഷങ്ങളും മാസങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. 1935 ഈഴവ സമൂഹം കേരളത്തിൽ തിരുവിതാംകൂറിൽ അനേകമുണ്ടായിരുന്നു. അവർ CPയുടെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അനേകമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. CV കുഞ്ഞിരാമൻ എന്നുള്ള എഴുത്തുകാരനും പത്രാധിപനുമായിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു കാര്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് യേശുക്രിസ്തുവാണ് ഈഴവരുടെ ഏകരക്ഷകൻ എന്ന രീതിയിൽ തലക്കെട്ടോടുകൂടി ഏകദേശം അനേകം ലഘുലേഖകൾ
ഈഴവരുടെ ഇടയിലേക്ക് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുവാനായിട്ട് ഇടയായി. 1936 നവംബർ മാസം 12-ാം തീയതി കേരളത്തെ വലിയ ഒരു ചരിത്ര സംഭവം നടക്കുകയുണ്ടായി. ആ ചരിത്ര സംഭവം എന്ന് പറയുന്നത് അത് ക്ഷേത്ര പ്രവേശന വിളംബരമാണ്. ആ സംഭവം നടക്കുവാനായിട്ടുള്ള പശ്ചാത്തലം, കാരണം എന്താണെന്ന് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ കുറിക്കുന്നുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് CP ഉണ്ടായിരുന്ന സമയത്ത് ഈഴവർ അനേകർ ക്രിസ്തു മതത്തിലേക്ക് മാറുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന നിരീക്ഷണം CPക്ക് ഉണ്ടായി. അതിന് വ്യക്തമായ ഒരു പശ്ചാത്തലമുണ്ട്. കാരണം അന്ന് ഹിന്ദുക്കളായിട്ടുള്ളവർക്ക്, ഈഴവരായിട്ടുള്ളവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അതിനാൽ അനേകർ ക്രിസ്തു മതത്തിലേക്ക് മാറുവാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷിക്കുകയും ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്ര പ്രവേശന വിളംബരം 1936 നവംബർ 12-ാം തീയതി പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈഴവരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനെങ്കിലും സ്വാതന്ത്ര്യം അന്ന് അനുവദിക്കപ്പെട്ടത്. ഇതുപോലുള്ള അനേക ചരിത്ര സത്യങ്ങൾ, മിഷണറിമാരുടെ സംഭാവനകൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ചരിത്ര സംഭവങ്ങളുടെ ആ വർഷങ്ങൾ സഹിതം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. മിഷണറിമാർ തന്ന അനേക സംഭാവനകൾ അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് വിവരിക്കുന്ന അനേക അധ്യായങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. അതിലേറ്റവും എടുത്തു പറയത്തക്ക സംഭാവനകൾ എന്ന് പറയുന്നത് അക്ഷരലോകത്തിന് മിഷണറിമാർ സംഭാവനകൾ ചെയ്തതിനെക്കുറിച്ചാണ്. ബെഞ്ചമിൻ ബെയ്ലി എന്നുള്ള മിഷണറിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. 1821 കേരളത്തിലെ ആദ്യത്തെ അച്ചടി അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് പ്രസ് കോട്ടയത്ത് CMS മിഷണറി ആയിരുന്ന ബെഞ്ചമിൻ ബെയ്ലി ആണ് ആരംഭിക്കുകയുണ്ടായത്. അത് മുഖാന്തരമായിട്ട് അനേക മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുവാനും ഇടയായി. അതിനുശേഷം 26 വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കേരളത്തിലെ ആദ്യ മലയാള പത്രമായിട്ടുള്ള രാജ്യസമാചാരം ഇറങ്ങുകയുണ്ടായി. അതിൽ ബാസൽ മിഷൻ്റെ മിഷണറിമാരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നത് ഏറ്റവും ശ്രദ്ധയേറിയ കാര്യമാണ്. അവിടം കൊണ്ടൊന്നും തീരുന്നില്ല മിഷണറിമാരുടെ സംഭാവനകൾ. നമ്മുടെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ മലയാളത്തിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്ത ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ സംഭാവന ഒട്ടും കുറച്ച് കാണുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ആ ഒരു ഇംഗ്ലീഷിലുള്ള ബൈബിൾ മലയാളത്തിൽ നമ്മുടെ ഭാഷയിലേക്ക് അച്ചടിച്ച് ലഭിക്കുവാനായിട്ട് ഇടയായത്. മലയാളിയായിട്ടുള്ള സംസ്കൃതവും അതുപോലെ മറ്റു ഭാഷകളും നല്ലപോലെ കൈകാര്യം ചെയ്യുവാൻ അറിയുന്ന ചാന്തുമേനോനും തൻ്റെ സഹായിയായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് തൻ്റെ ഒരു പ്രസംഗവേദിയിൽ VD സതീശൻ അദ്ദേഹം പറയുകയുണ്ടായത്. ഈ ഒരു സംഭവത്തിൽ ചാന്തുമേനോൻ വേദപുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും മാത്രമല്ല അനേക സംവാദങ്ങൾ മിഷണറിമാരുമായിട്ട് ചാന്തുമേനോൻ നടത്തുകയുണ്ടായി. നല്ല ആരോഗ്യപരമായ സംവാദങ്ങളായിരുന്നു അത്. ആ സംവാദങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ചാന്തുമേനോൻ അവസാനം കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു എന്നതാണ് ചരിത്രം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അദ്ദേഹം ജോസഫ് ഫ്രിൻ എന്നുള്ള രീതിയിൽ നാമം മാറ്റിയതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ അനേക ചരിത്ര സംഭവങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. സാമൂഹികമായി നമ്മുടെ തലമുറ നേരിടുന്ന വലിയ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പല വേദികളിലായിട്ട് പ്രതിപാദിച്ചതായിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും വലിയ പ്രശ്നമായിട്ട് നാം കാണുന്നത് ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു തലമുറയെക്കുറിച്ചാണ്. അനേകം യുവാക്കൾ തങ്ങളുടെ ജീവിതങ്ങളെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ലഹരിക്ക് അടിമകളായി പോകുന്നത് വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് വ്യക്തികൾ, ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോയ വ്യക്തികളുടെ ജീവിതം ഏത് രീതിയിൽ നാശമായി പോയി എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് സിനിമാ നടനായിട്ടുള്ള പ്രശസ്തനായ സഞ്ജയ് ദത്തിൻ്റെ ജീവിതമാണ്. അത് വളരെ വിശദമായിട്ട് തന്നെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ലഹരിക്ക് അടിമപ്പെടുകയും അതിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് അഡിക്ഷൻ സെൻറ്ററിൽ പോവുകയും അതിൽ ആദ്യ ശ്രമം പരാജയപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവസാനം തൻ്റെ അമ്മയുടെ രോഗശയ്യയിൽ കിടക്കുന്ന അമ്മ ഒരു വാക്കുകൾ തൻ്റെ മകൻ ഈ ഒരു അഡിക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ലഹരിയുടെ ആ അടിമത്വത്തിൽ നിന്ന് തിരിച്ചു വരണമെന്ന് വേദനയോടെ പറയുന്ന സന്ദേശം, ആ ഓഡിയോ സന്ദേശം സഞ്ജയ് ദത്ത് കേൾക്കുവാനായിട്ട് ഇടയായി.
അത് മുഖാന്തരം തൻ്റെ അമ്മയുടെ ആ വാക്കുകൾ തന്നെ ഹൃദയത്തോട് എടുക്കുകയും താൻ ആ ലഹരിയിൽ നിന്ന് തിരിച്ചു വന്ന് സിനിമാ ലോകത്തേക്ക് തിരിച്ച് സജീവമാകുന്ന ഒരു രംഗം അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. മറ്റു 2 വ്യക്തികളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന് ഏറ്റവും പ്രശസ്തിയാർജിക്കുന്ന ഒരു കായിക വിനോദമാണ്. ആ കായിക വിനോദത്തിൽ ഏറ്റവും പ്രശസ്തിയിലേക്ക് എത്തുവാൻ സാഹചര്യമുണ്ടായിരുന്ന എൽ ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു ലഹരിക്ക് അടിമ ആയത് മുഖാന്തരം തൻ്റെ കരിയർ തന്നെ വളരെ നാശത്തിലേക്ക് ഡിക്ലൈനിങ് സ്റ്റേജിലോട്ട് പോയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഏറ്റവും ഇതിഹാസ താരമായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ സുഹൃത്തായിട്ടുള്ള വിനോദ് കാംബ്ലി അദ്ദേഹത്തിൻ്റെ ജീവിതവും ഈ രീതിയിൽ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും ഈ ലഹരിയുടെ അടിമത്തത്തിലേക്ക് പോയത് മുഖാന്തരം തൻ്റെ കരിയർ നശിച്ചു പോയതായിട്ടാണ് നമുക്ക് ആ പുസ്തകത്തിൽ ഈ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ യുവ തലമുറ എല്ലാവരും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. നമുക്ക് ഏറ്റവും അറിയുന്ന ഒരു ബ്രാൻഡാണ് റെയ്മണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ഥാപകൻ്റെ പേര് വിജയ് സിംഘാനിയ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളും പ്രശ്നങ്ങളെയും കുറിച്ച് വിവരിക്കുന്ന ഒരു പുസ്തകം 2021 ഇറങ്ങുവാനായിട്ട് ഇടയായി. റെയ്മണ്ടിൻ്റെ ആപ്തവാക്യം നമുക്കറിയാം, എ കംപ്ലീറ്റ് മാൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ആൻ ഇൻകംപ്ലീറ്റ് ലൈഫ് എന്നാണ്. അങ്ങനെ ഒരു വാചകത്തിൽ ആ പുസ്തകം എഴുതാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മക്കൾ ഈ വലിയ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, പണത്തിന് പുറകെ പോയപ്പോൾ അവരുടെ അപ്പനെയോ അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങളെയോ വില വയ്ക്കാതെ പണത്തിന് പുറകെ പോവുകയും ആ ഒരു പിതാവിനെ അവർ പുറത്താക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. പണത്തിന് മാത്രം മുൻതൂക്കം നൽകിയ ഒരു തലമുറ അവരുടെ പിതാവിനെ മറന്നുപോയ ഒരു സാഹചര്യം വിശദമാക്കുന്നുണ്ട്. ഈ WHO 2023 പുറത്തുവിട്ട ഒരു പ്രവചനമുണ്ട്. ലോകത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ അസുഖമായിട്ട് അവർ പ്രവചിക്കുന്നത് ഏകാന്തത അല്ലെങ്കിൽ ലോൺലിനെസ് എന്നാണ്. 15ഓളം സിഗരറ്റുകൾ ഒരുമിച്ച് വലിക്കുന്നതിന് തുല്യമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് ഈ ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഏകാന്തത എന്ന് പറയുന്നത്. ഇന്ന് അനേകർ ഈ തരത്തിലുള്ള രോഗങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുക. ബന്ധങ്ങൾക്ക് വിലയില്ലാതെ അവരുടെ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇവിടെയാണ് ബൈബിളിൻ്റെ പ്രസക്തി ഏറ്റവും വലുതായിട്ട് വരുന്നത്. ഒരു കഥാകൃത്തുണ്ടായിരുന്നു, രചയിതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്നായിരുന്നു. അദ്ദേഹം അയർലാൻഡിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയം അവരുടെ വിവാഹത്തിലേക്ക് എത്തിച്ചേരുകയും വിവാഹത്തിൻ്റെ തലേ ദിവസം ഒരു അപകടത്തിൽ ആ ഒരു സഹോദരി അല്ലെങ്കിൽ സ്ത്രീ മരിക്കുവാനായിട്ട് ഇടയായി. ഇത് ജോസഫിനെ വല്ലാത്ത മാനസിക പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചു. തൻ്റെ ജീവിതത്തിൽ ഏകാന്തത വേട്ടയാടുവാനായിട്ട് തുടങ്ങി. അതിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് അദ്ദേഹം അയർലൻഡിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറുകയാണ് ചെയ്തത്. അവിടെ ബ്രദറൻ സമൂഹത്തോട് ചേർന്ന് സുവിശേഷ പ്രവർത്തനത്തിനും മറ്റും അദ്ദേഹം ചുമൽ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ അനേക വർഷങ്ങൾ മുന്നോട്ട് പോയ സമയത്ത് സാമ്പത്തികമായി നല്ല സാഹചര്യത്തിലല്ലായിരുന്നു അദ്ദേഹം അന്നുണ്ടായിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിനൊരു വിവരം ലഭിക്കുകയുണ്ടായി. തൻ്റെ അമ്മ അല്ലെങ്കിൽ മാതാവ് ഭവനത്തിൽ അയർലാൻഡിൽ രോഗശയ്യയിലാണ് ആയിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് കേൾക്കുവാനായിട്ടിടയായി. അമ്മയോട് അതിയായ സ്നേഹമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ജോസഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നേരിട്ട് പോയി തൻ്റെ അമ്മയെ സന്ദർശിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു പ്രശ്നമാണ് അന്നുണ്ടായത്. അതിന് കാരണം അദ്ദേഹത്തിന് അതിനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു എന്നത് തന്നെയാണ്. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം തൻ്റെ മാതാവിന് ഒരു കത്തായിട്ട് തൻ്റെ സന്ദേശം അയക്കുവാനായിട്ട് ഇടയായി. ആ സന്ദേശത്തിൻ്റെ തലക്കെട്ട് തന്നെ പ്രെയർ വിത്തൗട്ട് സീസിങ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നതായിരുന്നു ആ ഒരു കവിതയുടെ അല്ലെങ്കിൽ സന്ദേശത്തിൻ്റെ തലക്കെട്ട്. ആ രീതിയിൽ ആ ലെറ്റർ എഴുതി താൻ മാതാവിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ് ചെയ്തത്. അനേക നാളുകൾക്ക് ശേഷം തൻ്റെ സുഹൃത്ത് ഈ കത്തിൻ്റെ ഒരു കുറിപ്പ് തൻ്റെ മുറിയിൽ നിന്ന് ലഭിക്കുവാനായിട്ട് ഇടയായി. ആ കുറിപ്പ് വായിച്ചപ്പോൾ വളരെ മനോഹരമായ ഒരു കവിതയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ കവിതയാണ് സംഗീതം നൽകി അവസാനം പുറത്തിറങ്ങിയ ആ വളരെ പ്രശസ്തമായ സംഗീതം. ആ പാട്ടാണ് അല്ലെങ്കിൽ ആ ഗാനമാണ് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ഇന്ന് പല ഭാഷകൾ തർജ്ജിമ ചെയ്തിട്ടുള്ള ഒരു പ്രശസ്തമായ ക്രിസ്തീയ ഗാനമാണത്. അതിൻ്റെ മലയാള പരിഭാഷ നമുക്കെല്ലാവർക്കും അറിയാം. എത്ര നല്ല മിത്രം യേശു ഖേദ ഭാരം വഹിപ്പാൻ.
ഒരുപക്ഷെ ലോകത്തെ വേട്ടയാടുന്ന ഏറ്റവും വലിയ വിപത്തായിട്ട് WHO പറഞ്ഞ ഏകാന്തതയെ തകർക്കുവാൻ, അതിനെതിരെ പോരാടുവാൻ ഏറ്റവും വലിയ ഫ്രണ്ട് കർത്താവായ യേശുക്രിസ്തുവ. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ഇതുകൂടാതെ അദ്ദേഹം അനേക അധ്യായങ്ങളിൽ വേദപുസ്തകത്തിലെ വിവിധമായ അധ്യായങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അനേക സത്യങ്ങൾ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു അധ്യായം എന്ന് പറയുന്നത് 91-ാം സങ്കീർത്തനത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചരിത്ര സംഭവം വിവരിക്കുന്നുണ്ട്. ആ സംഭവം ഇങ്ങനെയായിരുന്നു. ആ വാക്യം 91-ാം അധ്യായത്തിലെ സങ്കീർത്തനങ്ങൾ 91-ാം അധ്യായത്തിലെ വാക്യം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. യഹോവ എൻ്റെ സങ്കേതവും കോട്ടയുമാകുന്നു, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാകുന്നു എന്നുള്ള ആ വാക്യം എടുത്തിട്ട് അദ്ദേഹം അതിൻ്റെ ചരിത്രം അദ്ദേഹം വിവരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയിൽ കറൻസിയിൽ വി ട്രസ്റ്റ് ഗോഡ് എന്നുള്ള ആ ഒരു ശകലം വന്ന ചരിത്രം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആ 1953 അവരുടെ നിയമപ്രകാരം ആ കറൻസിയിൽ ഈ ഒരു വലിയ സത്യം അവർ രേഖപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ചത്. അന്ന് ഈ ഒരു കാര്യം ആഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ലക്ഷ്യം ഇതായിരുന്നു. ഞങ്ങൾ ആശ്രയിക്കുന്നത് പണത്തിനെ അല്ല, മറിച്ച് ദൈവത്തെയാണ് അവർ ആശ്രയിക്കുന്നത് എന്നുള്ള വലിയ മെസ്സേജ് ലോകത്തിന് മുഴുവൻ കൊടുക്കുവാനായിട്ട് അന്ന് അവർക്ക് സാധിച്ചു. അവിടം കൊണ്ടും തീരുന്നില്ല. 121-ാം സങ്കീർത്തനം അദ്ദേഹം ഒരു ചരിത്ര സംഭവമായിട്ട് ചേർത്ത് ഇണക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചന്ദ്രനിൽ പരിവേഷണം ചെയ്തിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് എർവിൻ എന്നായിരുന്നു. അദ്ദേഹം ചന്ദ്രനിൽ പരിവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മാതാവ് വളരെ കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തെ വാക്യങ്ങൾ അല്ലെങ്കിൽ ബൈബിളിലെ സംഭവങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. അദ്ദേഹം ആ സമയത്തൊന്നും ഹൃദയം കൊണ്ട് അതിനെ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. എന്നാൽ ചന്ദ്രനിൽ പരിവേഷണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നിരുന്ന ബൈബിളിലെ അധ്യായമാണ് 121-ാമത്തെ സങ്കീർത്തനം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശങ്ങളെ ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു എന്നുള്ള അധ്യായം അദ്ദേഹം കുറിക്കുകയുണ്ടായി. അങ്ങനെ ഉരുവിട്ടത് മുഖാന്തരം അദ്ദേഹത്തിന് ചെറിയ ആശ്വാസം ലഭിക്കുകയും അദ്ദേഹം തിരിച്ച് ഭൂമിയിലേക്ക് എത്തുകയും ചെയ്തു. പിന്നെ ചരിത്രം പറയുന്നത് മാരാമൺ കൺവെൻഷനിലെ ഒരു പ്രാസംഗികനായിട്ട് അദ്ദേഹം ഒരു വർഷം എത്തുവാനും ഇടയായി എന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് മരിച്ച ശേഷം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത വലിയ ഒരു സത്യമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ചാണ് ന്യൂയോർക്ക് ടൈംസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ആ വാചകങ്ങൾ. എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം എന്ന് പറയുന്നത് ചന്ദ്രനിൽ പരിവേഷണം നടത്തുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ചന്ദ്രനിൽ പരിവേഷണം നടത്തിയപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന് വലിയ സന്തോഷം എന്നതാണ് ഈ ഒരു സംഭവത്തിൽ വി.ഡി. സതീശൻ എന്ന അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങൾ താൻ ഈ ഒരു പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അവിടം കൊണ്ടൊന്നും തീരുന്നില്ല. നമ്മുടെ ഏറ്റവും പ്രശസ്തനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഒരു നിർവചനമായിട്ട് എംപതി എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിനുവേണ്ടി ഒരു സംഭവവും അദ്ദേഹം അവിടെ വിവരിക്കുന്നുണ്ട്. 2012 കളമശ്ശേരിയിലുള്ള ഒരു പിതാവും ഒരു മകനും കൂടെ അവർ ശബരിമലയ്ക്ക് പോകുവാനായിട്ട് ഇടയായി. ശബരിമലയ്ക്ക് പോകുന്ന മല കയറുന്നതിൻ്റെ മധ്യയായിട്ട് അവിടെ വെച്ച് പിതാവിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. പത്തനംതിട്ട ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തെ ആദ്യം എത്തിച്ചത്. അവിടെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ഈ വഴിമധ്യേ ആ പിതാവ് മരണപ്പെടുകയുണ്ടായി. എന്നാൽ ഈ പിതാവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഏത് സ്ഥാപനം നൽകും എന്നതിനെ ചൊല്ലി വലിയ ആശയക്കുഴപ്പമുണ്ടായി. ആ മകൻ അനേക ഓഫീസുകൾ കയറിയിറങ്ങി നടന്നു. വഴിമധ്യേ മരിച്ച പിതാവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നും കിട്ടിയില്ല. ഒടുവിൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ കാണുകയും അദ്ദേഹം ഇതിനൊരു പരിഹാരം നിയമത്തിൻ്റെ രീതിയിൽ, അന്ന് വരെയും വഴിമധ്യേ മരിച്ച ഒരു വ്യക്തിയുടെ ഏത് ഹോസ്പിറ്റലിൽ നിന്ന് മരണ സർട്ടിഫിക്കറ്റ് നൽകുമെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിയമമില്ലായിരുന്നു. ആ രീതിയിൽ മാനുഷിക പരിഗണന മനസ്സിലാക്കി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പഴയ മുഖ്യമന്ത്രി അദ്ദേഹം നിയമം തിരുത്തുവാനായിട്ട് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം എടുക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഏകദേശം 43 നിയമങ്ങൾ
മാനുഷിക പരിഗണന ഉദ്ധരിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്തിയതായിട്ടാണ് വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി. ഈ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പല അധ്യായങ്ങളായിട്ട് ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡകളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഏകദേശം 400-ലധികം ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷം ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിരുന്നതായിട്ടും, അല്ലെങ്കിൽ പള്ളികൾ ചുട്ടരിച്ചതിനെക്കുറിച്ചും, മണിപ്പൂരിൽ നടക്കുന്ന ക്രൂരതകളെക്കുറിച്ചും, BJP ഭരിക്കുന്ന അനേക സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുന്നതിനെക്കുറിച്ചും അദ്ദേഹം വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു കണക്ക് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച വിഷയമെന്ന് പറയുന്നത് 1950കളിൽ എടുത്ത സെൻസസ് പ്രകാരം 2.34% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നത്. 2011 സെൻസസ് പ്രകാരം ക്രിസ്ത്യാനികളുടെ ശതമാനം എന്ന് പറയുന്നത് 2.43 മാത്രമാണ്. വളരെ തുച്ഛമായ ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ കൂടുതലാണ് ഈ പെർസെൻറ്റേജിൽ ഉണ്ടായിരിക്കുന്നത്. അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും 1% പോലും ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയിട്ടില്ല എന്നുള്ളതാണ് വിഷയം. എന്നിട്ടും ക്രിസ്ത്യാനികൾ കൂട്ടമായി പരിവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ എന്ത് വസ്തുതയാണുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഗ്രഹാം സ്റ്റെയിൻസിന് 1999 2 കുഞ്ഞുങ്ങളോടൊപ്പം ആ ക്രൂരന്മാർ ചുട്ടരിച്ചു കൊന്നതിനെ സംഭവത്തെയും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആ കുഷ്ഠരോഗികളുടെ ഇടയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച, ആരുമില്ലാത്തവർക്ക് വൈദ്യസഹായം നൽകി അവരെ കൂടെ ചേർത്ത് നിർത്തിയ ആ കുടുംബത്തെ നാശമാക്കുവാനായിട്ട് അനേകർ തുനിഞ്ഞിറങ്ങി ചുട്ടരിച്ച് കൊന്നതിനെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നു. അവിടം കൊണ്ടും നിർത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയായിട്ടുള്ള ഗ്ലാഡിസ് ആ കുറ്റവാളികൾക്ക് ക്ഷമ നൽകുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. യേശുക്രിസ്തുവാണ് ഈ ക്ഷമയുടെ എല്ലാത്തിനെയും നിദാനം. യേശുക്രിസ്തുവാണ് വെളിച്ചം. യേശുക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള ജീവിതങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നും യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും ഒരു ദിവസം ഒരധ്യായമെങ്കിലും വേദപുസ്തകത്തിലെ എല്ലാവരും വായിക്കണമെന്നും വി.ഡി. സതീശൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഈ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ടാണെങ്കിലും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവിനെ പിന്തുടരുക, എന്നാൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും എന്നതിൽ യാതൊരു സംശയമില്ല. വി.ഡി. സതീശൻ സാർ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം. യേശുക്രിസ്തുവാണ് ഏക ലോക രക്ഷിതാവ്. അതിനെ പിന്തുടരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.